ഹായ്, എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭാഷകളിലൊന്നാണ് തമിഴ്, അല്ലേ? എന്നാൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ ആ പുരാതന ഭാഷയെ സംരക്ഷിക്കാനും വളർത്താനും വേണ്ടി ഒരു വലിയ ദൗത്യം നടക്കുന്നുണ്ട്. അതിന്റെ പേരാണ് സോർക്ക്വൈ. അപ്പോൾ എന്താണിത്? എങ്ങനെയാണ് ഇതൊരു ഭാഷയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്നത്? നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, ഈ 21ാം നൂറ്റാണ്ടിൽ ഒരു ഭാഷയെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ഇതൊരു ചെറിയ ചോദ്യമൊന്നുമല്ല. കാരണം വാക്കുകൾ നമ്മൾ മറന്നുപോകും, പുതിയ വാക്കുകൾ കടന്നുവരും. അപ്പോ ഒരു ഭാഷയുടെ ആത്മാവ് നഷ്ടപ്പെടാതെ അതിനെ എങ്ങനെ വളർത്തും? തമിഴ്നാട്ടിൽ ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: സോർക്ക്വൈ. അപ്പോ എന്താണ് ഈ സോർക്ക്വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സോർക്ക്വൈ മലയാളത്തിൽ പറഞ്ഞാൽ പദസഞ്ചയം. ഇതൊരു സാധാരണ നിഘണ്ടുവല്ല കേട്ടോ. തമിഴ് ഭാഷയുടെ ജീവനുള്ള ഒരു ഡിജിറ്റൽ ശേഖരമാണിത്. കാലം മറന്നുപോയ പഴയ വാക്കുകൾ മുതൽ ഏറ്റവും പുതിയ ടെക്നിക്കൽ വാക്കുകൾ വരെ എല്ലാം ഒരൊറ്റ സ്ഥലത്ത്. ഇതൊരു ലൈബ്രറി പോലെയാണ്. പക്ഷേ ഇതിലെ പുസ്തകങ്ങൾക്ക് ജീവനുണ്ട്, അത് നിരന്തരം വളർന്നുകൊണ്ടേയിരിക്കും. വെറുതെ വാക്കുകൾ ശേഖരിക്കുക എന്നതിലുപരി സോർക്ക്വൈക്ക് വളരെ വ്യക്തമായ 5 ലക്ഷ്യങ്ങളുണ്ട്. ഈ പ്രൊജക്റ്റിന്റെ ഹൃദയം എന്ന് തന്നെ പറയാം ഈ 5 കാര്യങ്ങളെ. ഒന്നാമത്തത്, ഈ ഭാഷയുടെ വാക്കുകളാകുന്ന നിധി കാത്തുസൂക്ഷിക്കുക. പഴഞ്ചൊല്ലുകളിലും പഴയ പാട്ടുകളിലുമൊക്കെ ഒതുങ്ങിപ്പോയ, ഒരുപക്ഷെ നമ്മുടെ അടുത്ത തലമുറ കേൾക്കാൻ പോലും സാധ്യതയില്ലാത്ത വാക്കുകളില്ലേ, അതൊക്കെ കണ്ടെത്തി ഒരു നിധി പോലെ സംരക്ഷിക്കുക. അതാണ് ആദ്യത്തെ ലക്ഷ്യം. സംരക്ഷണം മാത്രം പോരല്ലോ, വളർച്ചയും വേണ്ടേ? അതാണ് രണ്ടാമത്തെ ലക്ഷ്യം. പുതിയ ആശയങ്ങൾ വരുമ്പോൾ, പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ അവയ്ക്കെല്ലാം തമിഴിൽ തന്നെ പുതിയ വാക്കുകളുണ്ടാക്കുക. ഭാഷയെ ഒരു മ്യൂസിയത്തിൽ വെച്ച് പൂട്ടാതെ കാലത്തിനനുസരിച്ച് കൂടെ കൂട്ടുക. ഒരു ചെറിയ കുളം പതിയെ പതിയെ ഒരു വലിയ തടാകമായി മാറുന്നതുപോലെ. മൂന്നാമതായി, ഭാഷയുടെ തനിമ കാത്തുസൂക്ഷിക്കുക. അതായത് മറ്റ് ഭാഷകളിൽ നിന്നുള്ള വാക്കുകൾ ആവശ്യമില്ലാതെ കടന്നുവരുന്നത് തടയാൻ ഒരു പരിച പോലെ ഇത് പ്രവർത്തിക്കും. എല്ലാ ഭാഷയ്ക്കും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ടല്ലോ, അത് നിലനിർത്താൻ സഹായിക്കുക എന്നതാണ് ലക്ഷ്യം. ഇനി നാലാമത്തെ ലക്ഷ്യം, ഇത് കുറച്ചുകൂടി വലിയൊരു സംഭവമാണ്. ഒരു സമ്പൂർണ്ണ അക്കാദമിക് പദസഞ്ചയമുണ്ടാക്കുക. അതായത് മെഡിസിൻ, എഞ്ചിനീയറിംഗ്, നിയമം, എന്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ ഈ വിഷയങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ടെക്നിക്കൽ വാക്കുകൾക്ക് തമിഴിൽ ഒരു ബദൽ കണ്ടെത്തുകയോ ഉണ്ടാക്കുകയോ ചെയ്യുക. എത്ര വിഷയങ്ങളാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? 600-ലധികം. ഒന്ന് ഓർത്തു നോക്കൂ, ഒരു വലിയ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും പുസ്തകങ്ങൾ ഒന്നിച്ചു വെച്ചാൽ എത്രയുണ്ടാകും? അതിലും വലുതാണ് ഈ ലക്ഷ്യം. ഈ പ്രൊജക്റ്റിന്റെ വലിപ്പം നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അഞ്ചാമത്തതും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷ്യം ഇതാണ്: ഇതുവരെ തമിഴിലിറങ്ങിയിട്ടുള്ള എല്ലാ നിഘണ്ടുകളിലെയും വാക്കുകൾ ഒന്നിപ്പിച്ച് ആവർത്തനങ്ങളെല്ലാം ഒഴിവാക്കി ലോകത്തിനു മുന്നിൽ ഒരൊറ്റ ആധികാരിക പദസഞ്ചയം വയ്ക്കുക. ലോകത്തെവിടെയിരുന്നും ആർക്കും വിശ്വസിച്ചുപയോഗിക്കാൻ പറ്റുന്ന ഒരൊറ്റ ഇടം. ഓക്കേ, ഈ ലക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കിതുകൊണ്ട് എന്താണ് ഗുണം, അല്ലേ? നമുക്ക് നോക്കാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് തമിഴ്നാട് സർക്കാരിന്റെ അഗരമുതലി ഡയറക്ടറേറ്റ് എന്നൊരു വിഭാഗമാണ്. അവരുടെ ജോലി വളരെ ചിട്ടയോടുകൂടിയതാണ്. ആദ്യം കിട്ടാവുന്ന തമിഴ് വാക്കുകളെല്ലാം ശേഖരിക്കും. പിന്നെ ഓരോ വാക്കിനും തമിഴിലും ഇംഗ്ലീഷിലും അർത്ഥം കൊടുക്കും. അതുമാത്രമല്ല, ആ വാക്ക് എവിടെ നിന്ന് വന്നു, അതിന്റെ ചരിത്രമെന്താണ് എന്നൊക്കെ വിശദീകരിക്കും. അപ്പോ ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ പഠിക്കാൻ വേണ്ട കൃത്യമായ വാക്കുകൾ സോർക്ക്വൈ.com-ൽ നോക്കാം. ഒരു എഴുത്തുകാരനോ മാധ്യമപ്രവർത്തകനോ ആണെങ്കിൽ സംശയങ്ങൾ തീർക്കാം. ഇനി നിങ്ങൾ വിദേശത്തിരുന്ന് തമിഴ് പഠിക്കുകയാണെങ്കിലും ഇത് വലിയൊരു സഹായമാണ്. ലോകമെമ്പാടുമുള്ള ഗവേഷകർക്ക് ഇതൊരു അമൂല്യമായ റിസോഴ്സ് സെന്ററാണ്. പോരാത്തതിന് സംശയങ്ങൾ ചോദിക്കാൻ ഒരു ടോൾ ഫ്രീ നമ്പറും ഉടൻ തന്നെ വരുന്നുണ്ട്. ഇവിടെ പറയുന്നത് പോലെ തമിഴ് വെറുമൊരു ഭാഷയല്ല, അതൊരു പുരോഗതിയുടെ വഴിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, അതിന് വ്യക്തമായ തെളിവുമുണ്ട്. ഇത് നോക്കൂ, യുനെസ്കോയുടെ ആഗോള ഭാഷാ റാങ്കിങ്ങില് തമിഴ് 14-ാം സ്ഥാനത്ത് നിന്ന് നേരെ 10-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതൊരു വെറും നമ്പറല്ല. ഇതിന്റെ അർത്ഥമെന്താണെന്നറിയുമോ? തമിഴിന് ലോകം മുഴുവൻ കൂടുതൽ അംഗീകാരം കിട്ടുന്നു. പഠിക്കാനും ഗവേഷണം ചെയ്യാനും കൂടുതൽ ആളുകൾ വരുന്നു. ഡിജിറ്റൽ ലോകത്ത് ഈ ഭാഷയുടെ ശക്തി എല്ലാവരും തിരിച്ചറിയുന്നു എന്നാണ്. അപ്പൊ ഇത്രയും വലിയ നേട്ടങ്ങൾ കിട്ടി, ഇനി സോർക്ക്വൈയുടെ പണി കഴിഞ്ഞോ? ഇല്ല. ശരിക്കു പറഞ്ഞാല് ഏറ്റവും ആവേശകരമായ ഭാഗം വരാൻ പോകുന്നതേയുള്ളൂ. സോർക്ക്വൈയുടെ ഭാവി എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടേതാണ്. എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒന്ന്. ഉടൻ തന്നെ ഒരു പുതിയ വെബ്സൈറ്റ് വരും.
അതിലൂടെ നിങ്ങൾക്കോ എനിക്കോ വിദ്യാർത്ഥികൾക്കോ ആർക്ക് വേണമെങ്കിലും പുതിയ തമിഴ് വാക്കുകൾ നിർദ്ദേശിക്കാം. ഈ നിർദ്ദേശങ്ങൾ ഒരു വിദഗ്ധ സമിതി പരിശോധിച്ച് അംഗീകരിച്ചാൽ അത് സോർക്കുവയുടെ ഔദ്യോഗിക ഭാഗമാകും. ചുരുക്കി പറഞ്ഞാൽ, ഭാഷയെ വളർത്തുന്ന ഈ വലിയ ദൗത്യത്തിൽ നമുക്കോരോരുത്തർക്കും പങ്കാളികളാകാം. അപ്പോ സോർക്കുവേ എന്നത് വെറും ഒരു ഡിജിറ്റൽ നിഘണ്ടുവല്ല, ഒരു ഭാഷയെ വരും തലമുറയ്ക്കു വേണ്ടി എങ്ങനെ സംരക്ഷിക്കാം എന്നതിന്റെ ഒരു കിടിലൻ മാതൃകയാണ്. ടെക്നോളജിയും ഭാഷയോടുള്ള സ്നേഹവും ഒന്നിച്ചാൽ എന്ത് അത്ഭുതം സംഭവിക്കുമെന്ന് ഇത് കാണിച്ചു തരുന്നു. അപ്പോൾ അവസാനമായി ഒരു ചോദ്യം: ഈ രീതിയിൽ ഏത് ഭാഷയും സംരക്ഷിക്കാമെങ്കിൽ അടുത്തതായി നമ്മൾ ഏത് ഭാഷയുടെ നിധിയാണ് കാത്തുസൂക്ഷിക്കേണ്ടത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.